ഹായ്, ഞാൻ പഠിച്ച സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ 70s ഞങ്ങൾ പഠിച്ച കുറേ കുട്ടികളെല്ലാം കൂടെ ഒത്തുകൾ കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും 50 കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടി ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം മാത്രമേ എന്തൊക്കെയാണ് അവിടുത്തെ പ്രോഗ്രാം എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാനത് ഭയങ്കര ആൻസൈറ്റി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം എന്തൊക്കെയാണെന്നുള്ള വീഡിയോസ് ഞാൻ എല്ലാം കവർ ചെയ്തുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് അവിടെ പോയതിനു ശേഷം സംസാരിക്കാം. ഹായ്, ഇതാണ് ഞങ്ങൾ പഠിച്ച സ്കൂൾ, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കീഴാറൂർ. 1977 കാലഘട്ടത്തിലാണ് ഞങ്ങളിവിടെ പഠിച്ചത്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഇന്ന് ഈ സ്കൂൾ ഒരുപാട് വളർന്നിരിക്കുന്നു. ഞങ്ങൾ പഠിച്ചപ്പോൾ ഓടിട്ട 3 കെട്ടിടവും ഷീറ്റിട്ട 1 കെട്ടിടവും ഉണ്ടായിരുന്നതായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. അന്ന് UP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഈ സ്കൂൾ ഒരുപാട് വളർന്നു. 1 മുതൽ +2 ക്ലാസ്സുകൾ വരെ ഇന്നിവിടെ പഠിപ്പിക്കുന്നുണ്ട്. പുതിയ കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു. ഈ സ്കൂളുമായി മറ്റാർക്കുമില്ലാത്ത ഒരു റിലേഷൻ എനിക്കുണ്ട്. ഈ സ്കൂളിനോട് ചേർന്നായിരുന്നു എൻ്റെ വീട്. ഞാൻ പഠിച്ചതും വളർന്നതും കീഴാറൂരാണ്. ഞങ്ങളെല്ലാവരും നേരിട്ട് കണ്ട സന്തോഷത്തിൽ പരസ്പരം കുറച്ചു നേരം സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സഹപാഠികളിൽ കുറച്ചുപേർ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരായ രുക്മാവതി അമ്മ ടീച്ചറിനെയും കമലമ്മ ടീച്ചറിനെയും വീടുകളിൽ പോയി സന്ദർശിക്കുകയും പൊന്നാട അണിയിച്ച് അവരെ ആദരിക്കുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തിരുന്നു. ആ ദിവസത്തെക്കുറിച്ചുള്ള അവരുടെ നല്ല ഓർമ്മകളും അനുഭവത്തെക്കുറിച്ചും രമേശനും രാജേന്ദ്രനും സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം എല്ലാവർക്കും അവരവരെ പരിചയപ്പെടുത്താനുള്ളൊരു സമയമായിരുന്നു. എല്ലാവരും സ്വയം പരിചയപ്പെടുത്തുകയും അവരുടെ കറണ്ട് ഫാമിലി ഡീറ്റെയിൽസിനെ പറ്റി ഷെയർ ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ ഞങ്ങളുടെ സഹപാഠികളിൽ ഒരാളായ ഗീത ഒരു സ്തുതിഗീതം ആലപിക്കുകയും അത് ഞങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയും നല്ല രീതിയിൽ അത് ആസ്വദിക്കുകയും ചെയ്തു. ഗീത നല്ല രീതിയിൽ തന്നെയാണ് പാടിയത്. ഈ പരിചയപ്പെടുത്തലിനിടയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹപാഠി, അതായത് പേര് വർണ്ണദാസ് എന്നാണ്, പുള്ളിക്കാരൻ ലക്ഷദ്വീപിലാണ് പണി ചെയ്യുന്നത്. അവന് ഈ സമ്മേളനത്തിൽ വരാൻ പറ്റിയില്ല. പകരം എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് അവൻ സ്വീറ്റ്സ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു.
അത് ഈ സമയത്ത് ഞങ്ങൾ വിതരണം ചെയ്തു. എല്ലാവരും ആ സമയം അവനെ വളരെയേറെ നന്ദിയോടെ ഓർത്തു അവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്തു. അപ്പോൾ എന്തായാലും വരാൻ പറ്റിയില്ലെങ്കിലും നല്ല മനസ്സോടുകൂടി ഞങ്ങൾക്ക് ഈ സീഡ്സ് കൊടുത്തയക്കാൻ തോന്നിയ വർണ്ണദാസിന് ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുടെയും പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പരിചയപ്പെടുത്തലിന് ശേഷം നമ്മൾ 2 ഗെയിം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഗെയിമായിരുന്നു കുസൃതി ചോദ്യം ചോദിക്കൽ. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വന്നത് നമ്മുടെ അജിത ടീച്ചറാണ്. അജിത ടീച്ചർ എന്ന് പറയേണ്ട കാര്യമില്ല, ഞങ്ങളുടെ സുഹൃത്താണ്. എങ്കിലും അവൾ പഠിച്ചതും തിരിച്ച് ഈ സ്കൂളിൽ തന്നെ അവൾ ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായി. ഇപ്പോഴും ഓൾറെഡി അവൾ റിട്ടയർമെൻറ്റിന് ശേഷവും അവിടെ തുടർന്ന് പഠിപ്പിക്കുകയാണ്. അപ്പം അവളുടെ നേതൃത്വത്തിലാണ് ഈ സ്കൂളിൻ്റെ ഓഡിറ്റോറിയം നമുക്ക് ഈ ഇതിന് വേണ്ടിയിട്ട് ലഭിച്ചത്. അപ്പോൾ അവൾക്ക് അതിന് പ്രത്യേകം നന്ദി പറയണം. അപ്പോൾ അവളുടെ ആ കുസൃതി ചോദ്യം ഞങ്ങൾ കൊച്ചു കുട്ടികളിരുന്ന് ആസ്വദിക്കുന്നത് പോലെ ഞങ്ങളിത് ആസ്വദിക്കുകയും ഒത്തിരിയേറെ ചിരിക്കുകയും ചെയ്തു. അപ്പോൾ അത് റെഡിയാക്കി കൊണ്ടുവന്ന അജിത ടീച്ചറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഉളുക്ക് മാറ്റുന്ന ആണി. അങ്ങനെ റാണിയുണ്ടോ രമേ? ഓ അത് തന്നെ, അതറിഞ്ഞൂടാ നമുക്ക്. അച്ഛന് ജോലി, മകന് ഫാഷൻ. പോയി ചത്ത്. അതാണ് എന്തോന്നുണ്ടോ ധാന്യം കൊണ്ട് നടക്കുന്ന പക്ഷി. ആ ഓ ആ ആ ആ കള്ളിമുട്ട. ആ ആ ആ ജാം.
അസുര അല്ല, അതാണോ? പോട്ടെ പോട്ടെ. നീല അതാണ് അരിപ്രാവ്. ട്രാഫിക് നിയമം. ഓ മോഷണം നടത്താത്ത കള്ളൻ, മോഷണം നടത്താത്ത കള്ളൻ. അത് കള്ളം പിണങ്ങിയാ പിന്നെ പോയി. പള്ളി പലർക്കും പണം കൊടുക്കാനുള്ള വ്യാപാരം, പലർക്കും പണം കൊടുക്കാനുള്ള വ്യാപാരം, കടക്കാരൻ. ഓ ഓ കുസൃതി. മാനസിക രോഗമുള്ള കെട്ടിടം, മാനസിക രോഗമുള്ള കെട്ടിടം. ഊളംപാറ കോംപ്ലക്സ്. പിന്നെ കോംപ്ലക്സ് സമ്പന്നനാക്കാൻ കഴിയുന്ന നാവ്, സമ്പന്നനാക്കാൻ കഴിയുന്ന നാവ്. ദരിദ്രനെ സമ്പന്നനാക്കാൻ കഴിവുള്ള നാവ്. ദരിദ്രനെ സമ്പന്നനാക്കാൻ ഞാൻ പറയാൻ പോണേ ഖജനാവ്. ഓ ഓ ഓ ഞങ്ങളുടെ രണ്ടാമത്തെ ഗെയിം എല്ലാ ആൾക്കാരെയും വട്ടത്തിൽ നിർത്തി, അതിനുശേഷം നടുക്കൊരാൾ നിന്നിട്ട് കൈ രണ്ടും തലയിൽ വെച്ചതിന് ശേഷം പഴം പൂവ് പച്ചക്കറി പഴം പൂവ് പച്ചക്കറി എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെയും മുന്നിലൂടെ നടന്ന്, എന്നിട്ട് ഏതെങ്കിലും ഒരാളിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് പറയും. പഴം പച്ചക്കറി പൂവ്. ഇതിൽ പച്ചക്കറി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആ ആള് പെട്ടെന്ന് ഒരു പച്ചക്കറിയുടെ പേര് പറയുക. പഴം എന്നാണ് പറയുന്നതെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ പഴം എന്ന് പറയുക. പൂവാണെങ്കിൽ ഏതെങ്കിലും ഒരു പൂവിൻ്റെ പേര് പറയുക. അത് താമസിക്കാൻ പാടില്ല, പെട്ടെന്ന് അത് പറയണം. പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് ഈ റൗണ്ടിൽ വന്നിട്ട് അയാളാണ് ഇത് പറഞ്ഞു പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഗെയിമായിരുന്നു അത്. ഞങ്ങൾ വളരെയേറെ ചിരിച്ച് സന്തോഷിച്ച ആ നിമിഷങ്ങളായിരുന്നു. പഴംപൂ
പച്ചക്കറി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് പോയിട്ട് നിങ്ങൾ ആരാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് നിന്ന് പൂവെന്നോ പച്ചക്കറിയെന്നോ പഴമെന്നോ ചോദിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് പറയാം. പറഞ്ഞില്ലെങ്കിൽ അവർ തോറ്റു. പച്ചക്കറി പഴപ്പൂ പച്ചക്കറി പഴപ്പൂ പച്ചക്കറി പഴപ്പൂ പച്ചക്കറി പഴപ്പൂ പച്ചക്കറി പഴപ്പൂ പച്ചക്കറി. ഏത് രീതിയിലായിരിക്കണം, അടുത്ത നമ്മുടെ മീറ്റിംഗ് എപ്പോഴായിരിക്കണം, എങ്ങനെയായിരിക്കണം, എത്ര വെച്ചായിരിക്കണം, ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കി നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. എനിക്കിതിലുള്ള അഭിപ്രായം ഇപ്പം തന്നെ നമ്മുടെ പല കൂട്ടുകാരും ഇന്നും നമ്മൾ ഏത് സിനിമയൊക്കെ പലരും രാജി എത്രയായി അതിൻ്റെ വിഷയങ്ങൾ ഇവിടെ ഒന്നും പറയാതെ ചായ വാങ്ങാനും ചായ ആസ്വദിക്കാൻ ഒട്ടിക്കാന്ന് പറഞ്ഞാൽ കേക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതാണ് പ്രശ്നം. ഞാനിത് എവിടെ വന്നപ്പോൾ ആ കള്ളൻ അവൻ തന്നെ ഉണ്ടായിക്കൊണ്ട് വരും. അവർ കേട്ട ഉടനെ പറഞ്ഞു ചായക്കാരൻ കള്ളല്ലേ അവന് ഫീൽ ചെയ്യുന്നു.
മിഠായി കൊണ്ടുവരൂടാ. അപ്പൊ അങ്ങനെ ഒരു പക്ഷേ നമ്മൾ വലിയ രാജകീയമായിട്ടൊന്നും ആയിരിക്കും. അങ്ങനെയൊക്കെ തട്ടി ഇതേ നീണ്ടു നിൽക്കും. അല്ലാതെ 5 സ്റ്റാർ അടിച്ചു പൊളിച്ച് കുട്ടിയത് കൂട്ടി ആ 3-ന്റെ അന്ന് തട്ടി മുട്ടി അവിടെ കിടക്കും. പറ്റില്ല. നമ്മളെല്ലാവരും കൂട്ടിക്കൊണ്ട് പോകും, ഒരേ മനസ്സോടെ പോകും. അതുകൊണ്ട് ഇതിൻ്റെ കാര്യത്തിലും ഇവിടെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നല്ല ഒരു ചായ കുടിക്കുന്നത് വരെ കട്ടൻ ചായ കൂട്ടി തൃപ്തിപ്പെടും. നമുക്ക് നമ്മളെ അനുസരിച്ചുള്ള രീതിയിൽ പോകും. ആ കട്ടൻ ചായയും കൊടുക്കാൻ നമ്മൾ അതുകൊണ്ട് നിങ്ങളെല്ലാ മീറ്റിങ്ങിലും വേണം നിങ്ങൾ സജഷൻസ് പെട്ടെന്ന് പറയാം. അതിനനുസരിച്ച് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനം ചെറിയൊരു വേണമെങ്കിൽ ഗെയിമുണ്ട്, നല്ലൊരു ഗെയിമുണ്ട്, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതുപോലത്തെ ഒറ്റ ഗെയിമുണ്ട്. നമുക്ക് ദൈവം വീണ്ടും ഒത്തുകൂടാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു നിമിത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒത്തുകൂടിയത് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞവർ ഒരുപാട് പേർ പോയിട്ടുണ്ട്. അവർക്ക് അനുശോചന രേഖപ്പെടുത്തിയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അത്തരത്തിൽ വരുമ്പം നമ്മൾ എത്ര കാലം എന്ന് മനുഷ്യനാർക്കൊന്നും ചെയ്യാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഉള്ള ദിവസം പരസ്പരം ആർക്കൊക്കെ പങ്കെടുക്കാൻ, ആർക്കൊക്കെ വന്ന് വിഷ് ചെയ്യാൻ കഴിയും, ആർക്കൊക്കെ ഒന്ന് വിശേഷങ്ങൾ തിരക്കാൻ കഴിയും, ആർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും, ആ ഒരു സന്തോഷത്തോടെ അല്ലെങ്കിൽ ആ ഒരു മനസ്സോടെ ഈ ഗ്രൂപ്പ് വളരെ അച്ചടക്കത്തോടെ മുന്നോട്ട് പോകണം. ഇതിനകത്ത് നമുക്ക് നേതാവും സ്ഥാനബുദ്ധിയൊന്നുമില്ല. നമ്മൾ ഇവിടെ ഇതെല്ലാം നമ്മുടെ വീട്ടിലാണ് നമുക്ക് കൂടാൻ കഴിയുമോ? നമ്മുടെ ആ കൂടുന്ന വീട്ടിലെ കുടുംബത്തിലാണ് പരിചയപ്പെടാൻ കഴിയും. അങ്ങനെ സൗകര്യപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെ കൂടാം. ഒരു മാസത്തിനൊരു ദിവസമായാൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായം പറയാം. ഇതിനകത്ത് നമ്മൾ ഇന്നെ കൂടുന്ന സമയത്ത് നമ്മൾ ഒറ്റ കൗട്ടാണ്. ഇതിൽ അധ്യക്ഷനും പിന്നെ പ്രാസംഗികനും മറ്റൊന്നും നമ്മളെ 25 പേര് കൂടെ 25 പേര് വന്നതല്ല. എല്ലാവർക്കും എല്ലാവരുടെയും മുഖം നോക്കി നമുക്ക് അഭിപ്രായം പറയാം. അത്തരത്തിലൊരു ഏതെങ്കിലും ഒരു വീട്ടിലായ സൗകര്യപ്രദമായ വീട്ടിലായാലാവാം, ഇല്ലെങ്കിൽ നമുക്ക് വാടക കൊടുക്കാതെ എന്തെങ്കിലും അത്യാവശ്യത്തിന് സൗകര്യമുള്ള പള്ളിയുടെ തന്നെയാണോ, ഒരു അമ്പലത്തിലാണോ, എവിടെയാണോ നമുക്ക് കൂടുതൽ പറ്റുന്നത് നമ്മൾ ഈ സ്ഥാപനത്തിനകത്ത് എവിടെയായാലും നമുക്ക് ബുദ്ധിമുട്ടില്ല. അത്തരത്തിൽ നമ്മൾ നിരന്തരം പോകണം. നിരന്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ബന്ധമുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും പരസ്പരം ഒരു ബന്ധം ഉണ്ടാവണം. ബന്ധം ഉണ്ടായാൽ മാത്രമേ ആ ഓർമ്മ നിലനിൽക്കൂ. ഇപ്പം തന്നെ ഈ 40-50 വർഷങ്ങളിൽ ഞങ്ങളുടെ ഈ ഗെയിമിന് ശേഷം വീണ്ടും ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു സഹപാഠിയായ പ്രസന്നൻ, അവന് നേരത്തെ ഈ യോഗത്തിൽ എത്തിച്ചേരാൻ പറ്റിയില്ല. വൈകിയാണ് അവൻ വന്നത്. പക്ഷേ വൈകി വന്ന വസന്തം പോലെ അവൻ വന്നപ്പോൾ നമുക്കൊരു പായസം കൂടെ വെച്ച് കൊണ്ടുവന്നു. അപ്പോൾ അവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ലൊരു ഷെഫാണെന്നാണ് അറിവ്. അപ്പോൾ അവൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ ഒരു മധുരം ആ പായസത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളത് നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിച്ചു. അതിനോടൊപ്പം ഒരു ചായ സൽക്കാരം, ചായയും കടിയും ഉണ്ടായിരുന്നു, അതും ഞങ്ങൾ കഴിച്ചു. അപ്പം ഈ പായസം കൊണ്ടുവന്ന ആ പ്രസന്നന് ഞങ്ങളുടെ ഈ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഇനി ഞങ്ങളുടെ ഈ കൂട്ടായ്മ എങ്ങനെ വേണം, മാസത്തിലൊരിക്കൽ വേണോ അല്ലെന്നുണ്ടെങ്കിൽ 3 മാസത്തിലൊരിക്കൽ വേണോ, എങ്ങനെ ആയിരിക്കണം, അതും നമ്മൾ സമ്മേളിക്കുമ്പോൾ ആർക്കും വേദനാജനകമായ രീതിയിലൊന്നും വരാതെ പരസ്പരം സന്തോഷവും സ്നേഹവും മാത്രം ചേർന്നുകൊണ്ടുള്ള ഒരു ഒത്തുകൂടലായിരിക്കണം. അതെങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ രാജേന്ദ്രൻ സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു തീരുമാനത്തിലെത്തി. എന്തായാലും ഞങ്ങളുടെ ഒരു പ്രിയ സുഹൃത്ത് ലക്ഷദ്വീപിലാണ് വർണ്ണദാസ്. അവനിതിലെത്താൻ പറ്റാത്തതിൽ വളരെ സങ്കടമുണ്ടായിരുന്നു. അപ്പോൾ അവൻ അടുത്ത മാസം നാട്ടിൽ വരികയാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത മാസം വർണ്ണദാസ് വരുന്നതിനോടനുബന്ധിച്ച് ഞങ്ങൾ വീണ്ടും ഒരു ഒത്തുകൂടൽ നടത്തുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഒത്തുകൂടാൻ പറ്റുന്നത് ആ രീതിയിൽ ഞങ്ങൾ കണ്ടക്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ വയസ്സായവരെന്ന് തന്നെ പറയാം, എങ്കിലും ഞങ്ങളുടെ മനസ്സെല്ലാം ഇപ്പോഴും ചെറുപ്പമാണ്.
ഞാൻ ഈ സമ്മേളനത്തിൽ കൂടിയപ്പോൾ തന്നെ എൻ്റെ പ്രായം ഏകദേശം ഒരു 10 വയസ്സ് പിന്നിലോട്ട് വന്നതുപോലെ എനിക്ക് തോന്നി. എനിക്ക് ഇനിയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി ഇതുപോലെ ഗെയിം കളിക്കുകയും കുട്ടികളെ പോലെ ആയിത്തീരണമെന്നൊക്കെ എൻ്റെ മനസ്സ് ഏറെ കൊതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇനിയും തുടർന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത് ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ഇതിന് മുൻകൈയെടുത്ത ഞങ്ങളുടെ രാജേന്ദ്രൻ, അജിത ടീച്ചറിന് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പം ഇതിൽ കണ്ടക്ട് ചെയ്ത എല്ലാവർക്കും, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറയുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും.